ആക്ച്വലി ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് R3 ആണ്. അതെ, ഈ വണ്ടി കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നോക്കിയപ്പോഴാണ് ഈ ഹെഡ്ലൈറ്റ് ഇല്ലേ അവിടെ വെള്ളം കെട്ടിക്കിടക്കുക. അതായത് അറിയാലോ, ഒരു അപ് ടു 70 390 ആക്ച്വലി ഒരു ഡെഡ് വണ്ടിയാണ്. അതായത് എന്താ KTM റിലയബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. ഈവൻ ഇപ്പോഴും എത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. വെൽക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലും വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഏത് വണ്ടിയാണെന്ന് പറയേണ്ട, നമ്മുടെ കൺമുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ R3 ആണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരിഫ് ബ്രോ ആണ്. സോ വെൽക്കം ബ്രോ, വെൽക്കം ടു റൈഡോഗ്രാം സ്റ്റോറീസ്. താങ്ക് യു ബ്രോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വണ്ടിയുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബ്രോ ഈ വണ്ടി എടുക്കുക വെച്ചാൽ മുന്നേ, ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് യൂസ് ചെയ്തത് ഒരു BS4 390 ആയിരുന്നു അല്ലേ? അതിൽ നിന്നാണ് സെയിം കാറ്റഗറി, മീൻസ് ഒരു 300 കാറ്റഗറിയിലോട്ട് തന്നെയുള്ള ഒരു R3 വന്നത്. എന്തുകൊണ്ടായിരുന്നു R3 എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഓക്കെ, അത് ഇപ്പോൾ പറയുവാണെങ്കിൽ R3 എന്നും എന്താ പറയുക, എൻ്റെ ഒരു ഡ്രീം ബൈക്കായിരുന്നു. എൻ്റെ ഒരു ബൈക്കിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ KTM RCയിൽ നിന്നാണ്. RC 200 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ബൈക്ക്. ഓക്കെ, നോട്ട് ഫസ്റ്റ് ബൈക്ക്. ഇതിന് മുന്നേ എനിക്ക് ഹോണ്ടയുടെ ഒരു ഹോർനെറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ജോബ് കിട്ടി ഫസ്റ്റ് എടുക്കുന്ന ഒരു ബൈക്ക് ഹോർനെറ്റാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു എനിക്ക് ബൈക്കിങ്ങിനോട് അധികം ക്രേസ് ഒന്നും ഇല്ലാതിരുന്നൊരു ടൈമായിരുന്നു. ഞാൻ ആരെ പോലെയും ഓക്കെ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകുന്ന, വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകുന്ന എന്നുള്ള ലെവലാണ് ഞാൻ ഹോർനെറ്റ് എടുക്കുന്നത്. അതെടുത്തൊരു എന്താ പറയുക, ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേ എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബൈക്സ്, അതായത് സൂപ്പർ ബൈക്സ് തൊട്ട് കമ്മ്യൂട്ടർ ബൈക്സ് വരെ വരുന്ന ഒരു ഓഫീസാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പം എനിക്ക് ഓക്കെ ബൈക്കിങ് ഒരു ബൈക്ക്, ഇത് ഒരു സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ ഒരു പവറുള്ള ഒരു ബൈക്ക് കാണുമ്പോഴേ എനിക്കൊരു കൗതുകം തോന്നി തുടങ്ങി, ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പിന്നെ ബൈക്കിങ്ങിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങി, ലൈക്ക് ഓരോ ബൈക്കിൻ്റെ റിവ്യൂസ് കണ്ടു തുടങ്ങി. അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കൊരു സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്ന ഒരു ക്രേസ് സ്റ്റാർട്ടായി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ എന്താ പറയുക ഒരു കണ്ണ് വയ്ക്കുന്നത്, അതായത് RCയിലോട്ട് കണ്ണ് വയ്ക്കുന്നത്. എനിക്ക് അതിൻ്റെ എന്താ പറയുക ആ ഒരു സ്റ്റൈലും അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ RC എനിക്ക് എന്തായാലും RC വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോർനെറ്റ് എൻ്റെ ചേട്ടൻ്റെ തലയിൽ വെച്ചിട്ട്, സ്വന്തം ചേട്ടൻ്റെ തലയിൽ വെച്ചിട്ട് ഞാൻ RC എടുത്തു. RC എടുത്ത് ഞാൻ ഇങ്ങനെ അതിൻ്റെ ലുക്കൊക്കെ കണ്ടിങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കുറച്ച് നാൾ ഓടിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ RCയിൽ ഞാൻ വാൽപ്പാറയിലൊക്കെ പോയി. അപ്പോൾ ഈ വാൽപ്പാറയിലൊക്കെ ഓക്കെ അന്ന് എൻ്റെ കൂടെ ഈ ബൈക്ക് അന്ന് എൻ്റെ കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ബട്ട് അന്ന് ഞാൻ RCയിലാണ് പോകുന്നത്. പക്ഷെ അപ്പോൾ അന്നാണ് എനിക്ക് ആക്ച്വലി ഞാൻ വേറൊരു കാര്യം റിയലൈസ് ചെയ്യുന്നത്, RCയിൽ നമുക്ക് ലോങ് ടൂർ ബുദ്ധിമുട്ടാണ്. പറ്റത്തില്ല എന്നല്ല, നമുക്ക് ഓരോരുത്തരുടെ ഫിസിക് ഉണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫിസിക്കിനെ വെച്ച് RCയിൽ ഒരു ഓഫ് റോഡ്, ഒരു മോശമായ റോഡിൽ കൂടി നമുക്ക് ലോങ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, RC എനിക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിലും RCയുടെ ഉള്ള ഒരു സൈഡിലുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു വന്നു. അപ്പോഴാണ് ഞാൻ എനിക്കൊരു ഇത് മനസ്സിലായി, ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് RC കൊണ്ട് അത്ര കംഫർട്ടബിൾ ആയിട്ട് പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, എനിക്ക് അന്നും R3 എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും എനിക്ക് അറിയാലോ ഓൺ റോഡ് പ്രൈസ് ഈവൻ സെക്കൻഡ്സ് പോലും അന്ന് അധികം കിട്ടത്തില്ല. ഒരു 2015-2016 സമയത്തൊക്കെയാണ്. അപ്പോൾ അതായത് R3 ലോഞ്ചായി നിൽക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അഫോർഡബിൾ ആയിട്ട് പറ്റിയില്ല, എനിക്കത് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്താ പറയുക, RC വീണ്ടും യൂസ് ചെയ്തു. ഒരു 2017 വരെ 2 വർഷം ഞാൻ യൂസ് ചെയ്തു. ഹാപ്പി മൊമെൻറ്റ്സും ഉണ്ട്, സാഡ് മൊമെൻറ്റ്സും. കാരണം നമുക്ക് ആ സമയത്തൊക്കെ എന്താ KTM റിലയബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. ഈവൻ ഇപ്പോഴും എത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അതിൽ വന്നായിരുന്നു. ഇതുപോലത്തെ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എനിക്ക് എന്തായാലും ഒരു ബൈക്ക് ചേഞ്ച് ചെയ്യേണ്ട സമയം, എനിക്ക് ട്രാവലിംഗ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അടുത്തായി വെച്ച് എനിക്ക് എന്തായാലും ഒരു നേക്കഡ് ബൈക്ക് വേണം എന്നുള്ളൊരു, നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ടൂർ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ആ സമയത്താണ് 390 ലോഞ്ച് ആവുന്നത്. അതും BS4 അതിൽ TFT ഡിസ്പ്ലേയും ഒരു എന്താ പറയുക ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും RC കൊടുത്തിട്ട് BS4 390 മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, BS4 390 എടുത്തു. അപ്പം ഓക്കെ വീണ്ടും ഈവൻ KTMനോട് എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല RCയിൽ നിന്ന് കിട്ടിയതെങ്കിൽ പോലും ഞാൻ ഓക്കെ എന്തായാലും എനിക്ക് KTMനും ഒരു ഇഷ്ടമാണ്. അങ്ങനെ എന്ത് ചെയ്തു, കണ്ണുടച്ച് 390 BS4 അങ്ങ് എടുത്തു.
എന്നിട്ട് അത് ഞാൻ എടുത്ത് കുറച്ചാൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ല എന്താ പറയുക, സീറ്റിംഗ് കംഫർട്ട് ആണെങ്കിലും ആ ഒരു പോസ്ചർ ഉണ്ടല്ലോ, ആ ഒരു ഒരു വല്ലാത്തൊരു സുഖം. ആ പോസ്ചർ ഓഫീസ് കമ്മ്യൂട്ട് ആണെങ്കിലും ഈവൻ ലോങ് ട്രാവൽ പോകാനൊക്കെ ആണെങ്കിലും ഓക്കെ ആയിരുന്നു. അതിപ്പം നമ്മളെന്താ പറയുക, ഒരു പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ അതിൻ്റെ പോരായ്മകൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യത്തില്ല. നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഒരു ലവ് ആയിരിക്കും ഫസ്റ്റ്. ഏതൊരു റിലേഷനെ പോലും കുറച്ച് നാൾ കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ചെറിയൊരു കലിപ്പ് തോന്നുന്നത്. പിന്നീട് എനിക്കത് പതിയെ പതിയെ അതിൻ്റെ ഹീറ്റിങ്, ഈവൻ അത് ഫസ്റ്റ് ലോട്ട് BS4 390s ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. സെൻസർ കംപ്ലൈൻറ്റും TFT ഡിസ്പ്ലേ പോകുന്നതും LED ഇരുന്ന് പോകുന്ന വഴിക്ക് ഓഫായി പോകും, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RC എടുത്ത് മാസത്തിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഞാൻ സർവീസ് സെൻറ്റർ വിസിറ്റ് ചെയ്യും. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വരും. ഈവൻ RCയിൽ അത് 390 വന്നപ്പോൾ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ മിനിമം എനിക്ക് അവരോട് ഭയങ്കര കമ്പനിയാണ്, എൻ്റെ കൂട്ടുകാരെ പോലെയാണ് അവർ സർവീസ് സെന്ററിൽ. അവരുടെ ഇഷ്യൂ അല്ല, കാരണം അവർ സർവീസ് ചെയ്യുന്നേ ഉള്ളൂ. മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായിരുന്നു ആ ബൈക്കിന്റെ പോരായ്മ. അതെ, അപ്പം അങ്ങനെ ഞാൻ സ്ഥിരം ഇപ്പം രാവിലെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുപോയി അവനെ കൊണ്ടുപോകായിരിക്കും ഞാൻ സർവീസ് സെൻ്ററിൽ പോകുന്നത്. ബൈക്ക് വെച്ചിട്ട് വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ചു വരും, വൈകുന്നേരം റിപ്പയർ കഴിയുമ്പോൾ പോയി എടുത്ത് തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെയാണ് ഞാൻ ഒരു ഡെയിലി റുട്ടീൻ പോലെ ആയിരുന്നു. അങ്ങനെ ഈ ഇഷ്യൂസ് അലട്ടി തുടങ്ങി, ഹീറ്റിങ് അലട്ടി തുടങ്ങി. പിന്നെ ഞാനൊരു ടൈപ്പ് ഓഫ് റൈഡർ എന്ന് വെച്ചാൽ എൻ്റെ റൈഡിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എപ്പോഴും അഗ്രസീവ് ആയിരിക്കില്ല. എനിക്കൊരു കാമായിട്ട് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാൽ ഒക്കേഷണലി ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് എല്ലാവരും അങ്ങനത്തെ ടൈപ്പ് സ്റ്റൈലാണ് എൻ്റെ റൈഡിങ്. അപ്പം 390 ആ സമയത്ത് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്, അറിയാലോ, ഒരു അപ് ടു 70 390 ആക്ച്വലി ഒരു ഡെഡ് വണ്ടിയാണ്. അതായത് ലോ ഇൻ ടോർക്കോ അല്ലെങ്കിൽ ലോ ഇൻ പെർഫോമൻസ് ഭയങ്കര ലോ. അതായത് നമുക്കൊരു ജെർക്കിങ്, ഒരു വണ്ടിയുടെ ഒരു കംഫർട്ടബിൾ സ്പേസ് അല്ല ഒരു 70 റേഞ്ച് അല്ലെങ്കിൽ 60 ഗിയർ ചേഞ്ചിങ്ങും നമുക്ക് എപ്പോഴും ഡൗൺ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒരു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ജെർക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു സംഭവമായിരുന്നു. അതൊരു ഒന്നെങ്കിൽ അങ്ങേറ്റം ബ്ലാസ്റ്റിങ് അല്ലെങ്കിൽ എടുക്കരുത് വണ്ടി അവിടെ വെച്ചേക്കണം, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോൾ എനിക്ക് അതും ഒരു ഭയങ്കര ഇഷ്യൂ ആയിട്ട് തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അതിന് പോകാൻ വഴിയായിട്ട് പലതും ആലോചിച്ച് തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ഫോറംസിലൊക്കെ ചെക്ക് ചെയ്യുമ്പം ഈ പവർട്രോണിക് ECU വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ആ ഫ്യൂവലിംഗ് ഇഷ്യൂ ഒന്ന് കുറയ്ക്കാൻ പറ്റും, നമുക്ക് ലോ മോഡ്സ് കൊണ്ട് ഒരു മോഡുലേഷൻ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, തൃശ്ശൂർ പോയിട്ട്, അതായത് ഗ്രിഡ് 7 എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ ചെന്ന് ഞാൻ പവർട്രോണിക് ഫിക്സ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കുറച്ച് ട്യൂണിംഗ് ഒക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു ലോ ആൻഡ് ഫ്യൂവലിംഗ് വീണ്ടും കുറച്ചൊന്ന് സ്മൂത്ത് ആക്കാൻ ശ്രമിച്ചു. ബട്ട് ഈവൻ ദോ അത് അത്ര അങ്ങ് പെർഫെക്റ്റ് ആയില്ല. ഓക്കെ, അത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജെർക്കിംഗ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു സ്ലോയിൽ പോകുമ്പോൾ ഉള്ള വണ്ടിയുടെ ആ ഒരു ഹെസിറ്റേഷൻ ഉണ്ടല്ലോ, അത് ഇങ്ങനെ വരുന്നുണ്ട്. അത് അങ്ങനെയാണ്. അതിപ്പം എനിക്ക് വണ്ടിയെ കുറ്റം പറയാം, കാരണം ഞാൻ ടെസ്റ്റ് റൈഡൊക്കെ ചെയ്ത് തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, കാരണം വണ്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല, അത് വണ്ടിയുടെ അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഈ ടൂറൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, എൻ്റെ പില്ലിയനായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അവരും ഞാൻ സ്ലോയിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടിയുണ്ടല്ലോ, രണ്ടുപേരുടെ ഹെൽമെറ്റ്, അതൊക്കെ അങ്ങ് ഫ്രീക്വൻ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് അതും ഒരു ഗ്യാപ്പ് അല്ലേ, ഒരു ഇത് തോന്നി തുടങ്ങി, അതിൻ്റെ അടുത്തൊരു ഡിസ്റ്റൻസ് തോന്നി തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്തായാലും എടുത്തു, അത് കുറച്ചാളെങ്കിലും യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരുന്നു. ഒരു 20,000 21,000 ഓടി ഞാൻ വണ്ടി ഓടി. എന്നിട്ട് അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിന് തന്നെയാണ് ഞാൻ അത് ചെയ്തത്. അത് പുള്ളി വന്ന് വണ്ടി ഇഷ്ടപ്പെട്ടു. വണ്ടിയിൽ വേറെ ആ സമയപ്പോഴത്തേക്കും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കംപ്ലയിൻസും സർവീസിൻ്റെ പിറകെ നടന്ന് ഫിക്സ് ആക്കി. പെർഫെക്റ്റ് വണ്ടിയായിട്ട് തന്നെയാണ് ഇരുന്നത്. അങ്ങനെ ഞാൻ അതെന്ത് ചെയ്തു, സെയിൽ ചെയ്തു. എന്നിട്ട് ഒരു ടൈം ഡിലേ ഞാൻ തന്നെ എടുത്തു. ഓക്കെ, എനിക്ക് എന്ത് വണ്ടിയാണ് വേണ്ടത്, ഞാൻ അങ്ങനെ ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ എടുത്തതിന് ശേഷമായിരിക്കും ഞാൻ അതിനെ പറ്റി റിഗ്രറ്റ് ചെയ്യുന്നത്. അയ്യോ, എനിക്ക് ഇതല്ലായിരുന്നല്ലോ വേണ്ടത്, എൻ്റെ നീഡ് ഇതല്ലായിരുന്നു. അപ്പം വീണ്ടും എൻ്റെ ഒരു മൈൻഡിൽ പണ്ട് കിടന്ന ആ ഒരു ഇത് പതിയെ ഇങ്ങനെ പൊങ്ങി തുടങ്ങി. അതായത് R3 എനിക്ക്
ഞാൻ അത് ഇതിന് അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ കോവർക്കറാണ്, പുള്ളിയുടെ ഈ വണ്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് R3 ആണ് ഈ വണ്ടി. ഇത് തന്നെയായിരുന്നു പുള്ളിയുടെ വണ്ടി അല്ലേ? ആ പുള്ളിയുടെ വണ്ടി ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് R3. കേരളത്തിലെ ഫസ്റ്റ് R3 ആണെന്ന് അറിയത്തില്ല, ബട്ട് ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് R3 ഈ വണ്ടിയാണ്. അപ്പം അന്ന് ഇപ്പോൾ ഈവൻ വാൽപ്പാറയിൽ പോയപ്പോഴും എനിക്കൊന്ന് ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എന്തോ എനിക്ക് ഓക്കെ ഇനി അത് എന്തായാലും ഒരു ഡ്രീം, എനിക്കൊരു ഇഷ്ടമുള്ള വണ്ടിയാണ്, അപ്പോൾ എന്തുകൊണ്ട് അത് തന്നെ നോക്കിക്കൂടാ എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെ പതിയെ ഞാൻ അങ്ങനെയാണ് നമ്മൾ R3 എത്തിപ്പെട്ടത്. ഓക്കെ, പക്ഷേ ഈ ഒരു വണ്ടി എടുത്തത് നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന വണ്ടിയായിട്ട് പോലും ബ്രോ ഒരുപാട് ഓടിയതിനു ശേഷമാണ് ഈ വണ്ടിയിലോട്ട് എത്തിയത്. വലിയൊരു സ്റ്റോറിയാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ R3 എടുക്കാൻ പോയ സ്റ്റോറി എങ്ങനെയാണ് അതൊന്നും പറയാം. ഓക്കെ 390 കൊടുത്ത് അങ്ങനെ R3യുടെ ഒരു എന്താ പറയുക ക്രേസ് കയറി തുടങ്ങി. R3യുടെ റിവ്യൂസ് കണ്ടു തുടങ്ങി, ഫോട്ടോസ് ഇൻസ്റ്റയിൽ എനിക്ക് R3യുടെ ഏതൊക്കെ പേജുണ്ടോ അതെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ R3 എന്നുള്ളൊരു ആ ഒരു എന്താ പറയുക ഒരു മൈൻഡ് എൻ്റെ ഇതിൽ കയറി, തലയ്ക്കങ്ങ് കയറി. അപ്പോഴാണ് ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത്, ആ സമയത്ത് ആക്ച്വലി ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം, ഫസ്റ്റ് ലോക്ക്ഡൗൺ, കൊറോണയുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു R3ന്. അപ്പോൾ എനിക്ക് ഈവൻ ആക്ച്വലി അന്ന് ആ സമയത്തൊക്കെ എനിക്ക് 390 വിറ്റ ക്യാഷും കുറച്ച് ക്യാഷൊക്കെ കയ്യിലുണ്ട്. ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു വണ്ടി അങ്ങ് എടുക്കാം, R3 ഫ്രഷ് തന്നെ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എന്ത് ചെയ്തു, എവരെ വിളിച്ചു, യമഹയുടെ ട്രിവാൻഡ്രത്തെ ഒരു ഷോറൂമിൽ വിളിച്ചു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചറിയുന്നത് R3 ഡിസ്കണ്ടിന്യൂ ആയി. നോക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡ്രീം വന്നു, അത്രയും ക്യാഷും എല്ലാം സെറ്റാക്കി വന്നു. അപ്പോൾ ഇത്രയും നാളും എനിക്ക് ഫണ്ടായിരുന്നു ഇല്ലാത്ത, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ഇഷ്ടം ഉണ്ടായിട്ടും എടുക്കാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല. എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലായിരുന്നു. പക്ഷെ അതെല്ലാം സെറ്റായി വന്നപ്പോൾ വണ്ടി ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്ത്, കൊച്ചി, കോഴിക്കോട് അവിടെയൊക്കെ എല്ലാ ഷോറൂമിലും വിളിച്ച് ചോദിച്ചു തുടങ്ങി, വണ്ടിയുണ്ടോ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ. എവിടെ ചോദിച്ചു കഴിഞ്ഞാലും വണ്ടി ഇല്ല സാർ, ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത്, അപ്പം ഉള്ള R15 V3 ആണ് ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞാൻ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായി. അപ്പോൾ പുതിയൊരു വണ്ടി ഇനി കിട്ടത്തില്ലേ, അപ്പം സെക്കൻഡ്സ് നോക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, OLX തപ്പി തുടങ്ങി. അപ്പോൾ ആക്ച്വലി ഈ ഫ്രണ്ടിന് എനിക്ക് നല്ല ക്ലോസ് ഫ്രണ്ടാണ് ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓണർ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ബ്രോ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമാണ്. അപ്പോൾ ഈ പുള്ളി ആക്ച്വലി മാരീഡ് ആയി ഫാമിലിയൊക്കെ ഒന്ന് ആയപ്പോഴത്തേക്കും വണ്ടി അധികം നമ്മളോടൊന്നും അധികം ടൂർ പോകാനൊന്നും വരാണ്ട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസൊക്കെ വന്നപ്പോഴത്തേക്കും അങ്ങ് മാറി. അപ്പം വണ്ടി അധികം യൂസ് ആവുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇങ്ങനെ വണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താല്പര്യമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഇത് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള എൻ്റെ ഒരു കുടുംബാംഗത്തെ പോലെയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് സോറി ബ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നറിയാം, കാരണം എനിക്ക് ഈ വണ്ടി അറിയാം, ഈ വണ്ടി എങ്ങനെയാണെന്നും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പുള്ളി എങ്ങനെയാണ് ഈ വണ്ടിയെ കെയർ ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അത്രയും കെയർ ആയിട്ട് നോക്കുന്ന ഒരാളായിരുന്നു പുള്ളി. അപ്പോൾ ആ ഓപ്ഷൻ കട്ടായപ്പോഴത്തേക്കും ഞാൻ പിന്നെ OLX തപ്പി തുടങ്ങി. ഞാൻ ഏകദേശം ഒരു 3 മാസം കണ്ടിന്യൂസ് OLX ചെക്ക് ചെയ്തു വണ്ടീസ്, ഇങ്ങനെ R3 ആണ്. R3 കിട്ടാനില്ലായിരുന്നു. എന്നുവെച്ചാൽ ഈവൻ KL രജിസ്ട്രേഷൻ പോട്ടെ, ഒരു KAയോ അല്ലെങ്കിൽ TNO ഒന്നും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തായാലും KL വണ്ടി തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാണല്ലോ, അതൊരു ചടങ്ങാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും KL വണ്ടി തന്നെ വേണമെന്നും തീരുമാനിച്ചു. ഞാൻ OLX തപ്പിയും തുടങ്ങി. അപ്പം ഒരു 3 മാസമായിട്ടും ഒരു വണ്ടി പോലും വരുന്നില്ല വാങ്ങിക്കാൻ. ഇപ്പം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എത്ര വയസ്സാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വണ്ടി കിട്ടിയാൽ മതി. ഇതുപോലെ OLXൽ പെട്ടെന്നൊന്ന് സെർച്ച് ചെയ്തപ്പോൾ ആഡ് ഉണ്ട്, അത് ഷോറൂം ഇട്ട ആഡാണ്. അതൊരു ടെസ്റ്റ് റൈഡ് ബൈക്കോ അങ്ങനെ ഉണ്ടായാണ് R3യുടെ. കൊച്ചിയിൽ ഒരു ഷോറൂമിൽ ജസ്റ്റ് അറൗണ്ട് ഒരു 4000 3000 ഓടിയ ABS മോഡൽ, ഒരു ബ്ലാക്ക് മോഡൽ R3 ഷോറൂമിൻ്റെ ടെസ്റ്റ് റൈഡ് വണ്ടി അവർ കൊടുക്കുവാണ്. ഞാൻ ആഡ് കണ്ട അടുത്ത സെക്കൻഡ് മെസ്സേജ് അയച്ച് പുള്ളിയുടെ നമ്പർ മേടിച്ച് ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വണ്ടി ഉണ്ട്, ടെസ്റ്റ് റൈഡ് വണ്ടിയാണ്, ഇങ്ങനെ 3000 4000 എത്രണ്ട് ഓടി. ഓൺ റോഡ് പ്രൈസിൽ നിന്നാലും അധികം ഡിഫറൻസ് ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 50,000 60,000 റെഡ്യൂസ് ചെയ്ത് അവർ ഇട്ടിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് റൈഡ് വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് യമഹയുടെ ആണല്ലോ, അത് അങ്ങനെ എത്ര കുറച്ചൊക്കെ അബ്യൂസ് അത് താങ്ങാൻ പറ്റുന്ന എഞ്ചിനാണെന്നും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്ത് ടെസ്റ്റ് റൈഡ് വണ്ടിയാണെങ്കിലും എനിക്കത് മതി എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചു. ഓക്കെ എനിക്ക് എടുക്കാൻ താല്പര്യമാണ്, ഞാൻ മേടിക്കാം എന്നൊക്കെ പറഞ്ഞു, ഡീറ്റെയിൽസൊക്കെ മേടിച്ചു.
എന്നിട്ട് വെച്ച് ഒരു വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ നാളെ പോവാം, നാളെ പോയി പിറ്റേന്ന് പോയി എടുക്കാമെന്നുള്ളൊരു പ്ലാൻ നിൽക്കുന്നു. ഞാൻ ഇടയ്ക്ക് വീണ്ടും ആ ആഡ് ഒന്നും കൂടെ എടുത്ത് നോക്കിയപ്പം ആഡ് കാണുന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഇതെന്ത് പറ്റി, ഈ ആടിൻ്റെ കാണാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയെ വീണ്ടും വിളിച്ചപ്പോഴാണ് അറിയുന്നത് ആ ദാരുണ എന്താ പറയുക ഒരു സിറ്റുവേഷൻ അതും സെയിലായി. അത് അവർ ആഡ് ഇട്ട് വിത്തിൻ 2 hours കൊച്ചിയിലുള്ള ഒരാൾ തന്നെ റെഡി ക്യാഷ് ആയിട്ട് വന്ന് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പോലെ ഇതുപോലെ നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ആ സ്വപ്നം എന്താ കറന്നു വീണ്ടും ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലായി. R3 വേണം, എനിക്ക് വേറെ ഒരു വണ്ടി വേണ്ട. ഈവൻ ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ട് R3യുടെ ഓൾമോസ്റ്റ് സിമിലർ ആണ് നിഞ്ച 300, നീ അതും കൂടെ നോക്കും. ആ സമയത്ത് നിഞ്ച 300 അവൈലബിൾ ആണ്, ഒരു മറ്റേ BS4 മോഡലും ഉണ്ട്, അതുപോലെ അത് സെക്കൻഡ്സ് ഒരുപാട് OLXൽ കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തോ നിഞ്ച നിഞ്ച ഒരു നല്ല വണ്ടിയാണ്, ഓൾമോസ്റ്റ് സിമിലർ ക്യാരക്ടേഴ്സാണ്, സ്പോർട്സ് ടൂററാണ്, ട്വിൻ സിലിണ്ടറാണ്, റൈഡിങ് എർഗണോമിക്സ് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ബട്ട് എന്തുകൊണ്ടോ എനിക്ക് വേണ്ട, പലപ്പോഴും മാത്രയും മനസ്സിൽ വെച്ചിട്ട് വേറെ ബൈക്കുകൾ എടുത്തതെല്ലാം എനിക്ക് പണി കിട്ടി എന്ന് വെച്ചാൽ ഒരു തൃപ്തി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അതുകൊണ്ട് ഇനി എന്തായാലും വേണ്ട, അത് വേറെ ഇനി R3 തന്നെ മതി, R3 എടുത്തിട്ട് പിന്നെ മതിയായെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം. അങ്ങനെ ഒരു ചിന്ത തന്നെ അങ്ങ് എടുത്തു. അങ്ങനെ നിഞ്ചയിലോട്ട് ഞാൻ പിന്നെ നോക്കിയില്ല, R3 തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം പെട്ടെന്നൊരു ആഡ് വന്നു, ഒരു ബ്ലാക്ക് R3 KL രജിസ്റ്റേർഡ് കോഴിക്കോട് വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം സംഭവം സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊറോണയുടെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ നിന്നിട്ട് കുറച്ച് നയവാകുന്ന ഒരു സമയം, അതായത് ലോക്ക്ഡൗൺ ഉണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് ട്രെയിൻ വഴിയൊക്കെ ട്രാവൽ ചെയ്യാം, ഇന്റർ ഡിസ്ട്രിക്ട് ട്രാവൽ അന്ന് ഓപ്പണായി തുടങ്ങിയ ഒരു സമയം. അപ്പം ഈ വണ്ടി ഇങ്ങനെ കണ്ട് ഇപ്പം വണ്ടി ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെ ഒന്നും നോക്കില്ല, ഞാൻ ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വണ്ടി വേണം, വേറെ ആർക്കും സെയിൽ ചെയ്യണ്ട, എനിക്കിത് തന്നെ വേണം എന്ന് പറഞ്ഞു. അത് ആക്ച്വലി ഒരു KL രജിസ്റ്റേർഡ് വണ്ടി കൺവേർട്ട് ചെയ്ത് KL ആക്കിയതുമാണ്. എനിക്ക് അതും പ്രശ്നമില്ല, KL ആണല്ലോ കൺവേർട്ട് ചെയ്തത്, അതും പ്രശ്നം നോക്കുന്നില്ല. എനിക്ക് ഫോട്ടോയിലൊക്കെ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്ത് ചെയ്തു, പുള്ളിയെ വിളിച്ച് ഞാൻ വരുവാണ്. അപ്പം സംഭവം അന്ന് പുള്ളി നാട്ടിലില്ല, അങ്ങനെ എന്തോ ഒരു സംഭവം സിറ്റുവേഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 1-1.5 ആഴ്ചയോളം ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ ദിവസവും ഞാൻ പുള്ളിയെ വിളിക്കും, മെസ്സേജ് അയക്കും, ബ്രോ ആർക്കും കൊടുക്കരുത്, വണ്ടി ഞാൻ തന്നെ എടുക്കും, എനിക്ക് റേറ്റ് ഒരു പ്രശ്നമില്ല, ഞാൻ എടുക്കാം, സീനില്ല, വേറെ ആർക്കും ഇതാക്കണ്ട, ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് ദിവസവും ഞാൻ റിമൈൻഡർ കൊടുക്കും. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ എന്താ പറയുക, ഈ ഭയങ്കര ടെൻസ്ഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്, അതായത് ആരും പുറത്തിറങ്ങത്തില്ല, അങ്ങനെ ഒരു ഇതാണെങ്കിൽ പോലും എനിക്ക് വണ്ടി കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഫിയാസ്, പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വണ്ടിയുണ്ട് കോഴിക്കോടാണ്, നമുക്ക് രാവിലെ ട്രെയിനിൽ പോയി, അത് ഹെൽമെറ്റ്സും ഗിയറും എല്ലാം എടുത്തിട്ട് നമുക്ക് രാവിലെ ട്രെയിൻ കയറി കോഴിക്കോട് പോയിട്ട് വണ്ടി എടുത്ത് അവിടെ റൈഡ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ അവൻ ചോദിച്ചേട്ടാ നമുക്ക് ബൈക്ക് ഉണ്ടല്ലോ, നമുക്ക് ബൈക്കിൽ പോയാലോ, ബൈക്കിൽ കോഴിക്കോട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കത് അങ്ങനെ അത്രയും ട്രാവൽ ചെയ്ത് അതുപോലെ എവിടെയെങ്കിലൊക്കെ പിടിച്ച് നിർത്തി കഴിഞ്ഞാലും പാടാണ്, അതുകൊണ്ട് എന്തായാലും അത് വേണ്ട, നമുക്ക് ട്രെയിനിലാകുമ്പോൾ സേഫായിട്ട് അതുവരെ പോവാം, നമുക്ക് സാനിറ്റൈസൊക്കെ ചെയ്തൊക്കെ ഇരിക്കാം, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഫിക്സ് ആക്കി നമ്മൾ ട്രെയിനും ബുക്ക് ചെയ്ത് നമ്മൾ രാവിലെ പോവുകയാണ്, കോഴിക്കോടോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ ഒരു വലിയൊരു ഡ്രീം നടക്കാൻ പോവുകയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര ഒരു ത്രില്ലടിച്ചാണ് ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു എറണാകുളം ഒക്കെ എത്തിയ സമയത്ത് ഞാൻ ചുമ്മാ വെറുതെ OLXൽ കയറിയിട്ട് വീണ്ടും ഒരു യമഹ R3 സെർച്ച് ചെയ്തു. അതുവരെ ഇല്ലാത്തൊരു ആഡ് അന്ന് വന്ന് കിടക്കുക, ട്രിവാൻഡ്രത്ത് ഒരു ബ്ലാക്ക് R3 ABS മോഡൽ, ജസ്റ്റ് അറൗണ്ട് 1500 എത്രയാണ്ട് ഓടിയത്. അതിൻ്റെ റീസൺ അയാൾ ഇട്ടുന്നത് ഗൾഫിൽ അബ്രോഡ് പോവുകയാണ്, അപ്പം ഇത് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുവാണ് എന്നുള്ള രീതിയിൽ ഇട്ടേക്കുക. അപ്പോൾ ഞാൻ അയ്യോ ഇതിപ്പോൾ അങ്ങ് വരെ പോകണ്ടായിരുന്നല്ലോ. അത് മറ്റേ ഞാൻ കോഴിക്കോട് കണ്ടത് 2015 നോൺ ABS R3 ആണ്, ബ്ലാക്ക് കളർ, ഇതും ബ്ലാക്ക് ആണ്. എനിക്ക് ബ്ലാക്കിനടുത്തായിരുന്നു സത്യം പറഞ്ഞാൽ അന്നൊരു ഇഷ്ടം, ബ്ലാക്ക് R3യോടായിരുന്നു ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇത് ABS മോഡൽ, അതും വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് അയാൾ ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ അയാൾ വിളിച്ച് ബ്രോ ഇതുണ്ടോ, വണ്ടിയുണ്ടോ, ഞാൻ ഇപ്പോൾ റെഡിയാണ്, ഞാൻ ഇതുപോലെ സിറ്റുവേഷൻ പറഞ്ഞു, ഞാൻ കോഴിക്കോടോട്ട് പോവാണ്, ഇവിടെ ട്രിവാൻഡ്രത്തെ ഈ വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ഇത് വന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പുള്ളിയും പറഞ്ഞു ബ്രോ ഇതിന് തൊട്ട് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ വേറൊരാളെ വിളിച്ച് അഡ്വാൻസും ചെയ്തു. അതായത് ആഡ് വരും, ആരെങ്കിലും അഡ്വാൻസ് ചെയ്യാൻ പോകും, അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും അങ്ങനെയായി. ഞാൻ അയാളത്ത് കാല് പിടിച്ച് സത്യം ഞാൻ ബെഗ് ചെയ്തു, ബ്രോ ഞാൻ റെഡി ക്യാഷാണ്, ഞാൻ ഇത് ഇപ്പോൾ തന്നെ വന്ന്
ഫുൾ ക്യാഷും തരാം, എനിക്ക് അത് വണ്ടി കിട്ടിയേ പറ്റുള്ളൂ, അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അയാൾ ഓക്കെ ഞാൻ മറ്റേ പുള്ളി ഒന്ന് വിളിക്കട്ടെ, കാരണം അയാൾക്ക് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അഡ്വാൻസ് തന്നിട്ട് ഒരു 2 ദിവസത്തെ ടൈം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വിളിച്ചപ്പം ഞാനും ഇങ്ങനെ നിൽക്കുന്നതെന്ന് കണ്ടപ്പം മറ്റേ ആൾ എവിടെ നിന്നൊക്കെയോ ഫണ്ട് മറിച്ച് വന്ന് അങ്ങ് എടുത്തു. ഒരു അരമണിക്കൂർ ഞാൻ അങ്ങനെ ട്രെയിനിൽ പൊക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ടെൻഷനാണ് ഞാനും ഫിയാസും. ഞാൻ അവൻ്റെ പറഞ്ഞു ഇത് എന്തിപ്പോൾ വണ്ടിയും ഇവിടെ ഇറങ്ങണോ, ഈ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ട് തിരിച്ച് പോകണോ എന്ന് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. അപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ അത് നടക്കത്തില്ല, അത് സെയിലായി, അപ്പം അത് ഫുള്ള് ഫണ്ട് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും ഓക്കെ എങ്കിൽ അത് പോയാലും കുഴപ്പമില്ല, കോഴിക്കോട് കുഴപ്പമില്ല, പ്രശ്നമില്ല, എനിക്കത് മതി എന്നുള്ള രീതിയിൽ ഞാൻ കോഴിക്കോട് പോവാം. കോഴിക്കോട് എത്തി അവിടെ സ്റ്റേഷനിൽ ഇറങ്ങി ഈ പുള്ളിക്കാരനെ വിളിച്ചു. അപ്പോൾ കോഴിക്കോട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളി വണ്ടിയുമായിട്ട് വന്ന് ദൂരക്കാഴ്ചയിൽ വണ്ടി വരുന്ന കാണാം. അപ്പം ആ വണ്ടി R3യുടെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ റണ്ണിങ്ങിൽ, ആ വണ്ടി കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, അതൊക്കെ കണ്ട് ഓളാ തട്ട കിട്ടാൻ എൻ്റെ സാറേ എന്നുള്ളൊരു ഫീല് ഞാൻ നിൽക്കുവാണ്. അങ്ങനെ വന്ന് ദൂരം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നു. അടുത്ത് വന്നപ്പോഴത്തേക്ക് ഓക്കെ ഞാൻ ആദ്യം കണ്ടത് ഈ സൈഡ് ഫെയറിങ് ഒരു വലിയൊരു സ്ക്രാച്ച് നിൽക്കുന്നു. അന്ന് ഫോട്ടോയിൽ ഞാൻ കണ്ടില്ല, ഫോട്ടോയിൽ അത് അറിയുന്നില്ല, അങ്ങനത്തെ രീതിയിലാണ് എടുത്തിരുന്നത്. അപ്പോൾ ഓക്കെ സ്ക്രാച്ച് ഉണ്ട്, വീണിട്ടുണ്ടായിരിക്കും, ഓക്കെ അങ്ങനെ ഒരു മൈൻഡിൽ ഞാൻ നിൽക്കുകയാണ്. എങ്കിലും കുഴപ്പമില്ല, എനിക്ക് അതൊന്നും പ്രശ്നമില്ല, നമുക്ക് അതൊക്കെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വണ്ടി കണ്ടു. അപ്പം ആദ്യം ഇവിടെ സൈഡിൽ സ്ക്രാച്ച് ഉണ്ട്, പിന്നെ ഓരോ സൈഡിലും ഫുഡ് പെഗ്, എൻജിൻ്റെ അവിടെയൊക്കെ ഒരു സ്ക്രാച്ച്. അപ്പം അതൊക്കെ കാണുന്തോറും എനിക്ക് മനസ്സിങ്ങനെ പണിയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ എടുത്തിട്ട് വണ്ടി ഓടിക്കുമ്പോഴും ഓക്കെ അതിൻ്റെ ഇടയിൽ വേറൊരു കഥയും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R3യുടെ ഇത്രയും പ്രാന്തെടുത്ത് ഞാൻ ഇതിനിടയ്ക്ക് ഈ വണ്ടി തപ്പി ഒരു 3 മാസം OLXൽ തപ്പിയല്ലോ. ആ സമയത്ത് വണ്ടി ഇല്ലാനിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഈ ഫ്രണ്ടിനെ ഞാൻ കോൺടാക്ട് ചെയ്യുമായിരുന്നു. ഈ വണ്ടിയുടെ ബ്രോ ഒന്ന് കൊടുക്ക് ബ്രോ എൻ്റെ കൊടുക്കുകയാണെങ്കിൽ പറയാം ബ്രോ, എനിക്ക് അത്ര ഏതാണ്, നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എനിക്കെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് കൊടുക്കാൻ താല്പര്യമില്ല, കാരണം പുള്ളിയുടെ അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ബൈക്കാണ്. അപ്പോൾ ഗതി കെട്ടിട്ട് പുള്ളി പറഞ്ഞിട്ടാ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്ര ഇതാണെങ്കിൽ നീ കുറച്ചാൾ കൊണ്ടുപോയി ഓടിച്ച് നിനക്ക് മതിയാകുമ്പോഴത്തേ വെച്ച് കൊണ്ടുവന്നാൽ മതി, പക്ഷെ ഞാൻ വിൽക്കുന്നില്ല, നീ നിൻ്റെ കയ്യിൽ വെച്ചു. അപ്പം അതെങ്കിൽ അതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയ പുള്ളിയുടെ നിന്ന് മേടിച്ച് എൻ്റെ വീട്ടിലുണ്ട് വണ്ടി. ഞാൻ ഇത് വണ്ടി ഓടിക്കുവാണ്, എനിക്ക് വണ്ടി ഓടിക്കും തോറും ഇതിൻ്റെ അടുത്തുള്ള പ്രണയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവിടെ അഡിക്റ്റ് ആവുകയാണ്, വേറൊരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊരു തൃപ്തിയും വരുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഓൾറെഡി R3 ഓടിച്ച് അതിൻ്റെ എവറി എന്താ പറയുക ഒരു റിഫൈൻമെൻറ്റും ഓരോ പോയിന്റും എനിക്ക് അറിയാം, ഇഷ്ടപ്പെട്ടു. ഓക്കെ അപ്പോൾ ആ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അത് കിട്ടുന്നില്ല. ഈ വണ്ടി ഓടിച്ചതിൻ്റെ ആ ഒരു സുഖം അതിൽ വരുന്നില്ല. അതിൽ എവിടെയൊക്കെ വൈബ്രേഷൻസ് ഉണ്ട്, ബോഡിയുടെ എവിടെ നിന്നൊക്കെയോ ഒരു ക്രീക്കിംഗ് സൗണ്ട് കേൾക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഓക്കെ ഇത് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ അത് ഞാൻ എന്നിട്ട് വെച്ചിട്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. ഞാൻ ഫിയാസിനടുത്തും കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഒരു ഇഷ്യൂസ് ഉണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ നോക്കുവാണ്, നീയാണ് എൻ്റെ വണ്ടി എന്നുള്ളൊരു ലുക്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നോക്കിയപ്പോഴാണ് ഈ ഹെഡ്ലൈറ്റ് ഇല്ലേ അവിടെ വെള്ളം കെട്ടിക്കിടക്കുക. അതായത് എവിടെയോ ഇടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ പൊട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വെള്ളം കയറി ഈ പകുതി ഒരു ഫിഷ് ടാങ്ക് പോലെ വെള്ളം നിറഞ്ഞു കിടക്കുക. അവിടുത്തെ ബൾബ് ആ വെള്ളം തട്ടിയിട്ട് പൊട്ടിയും ഇരിക്കുകയാണ്. ബൾബ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ അകത്ത് കിടക്കുവാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ചങ്ക് തകർന്നു. കാരണം R3യുടെ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റാണ്. ആ ഹൈ ബീം സത്യം പറഞ്ഞാൽ പോയി കിടക്കുക. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് ഒരു ഇതായി. അപ്പോൾ ഞാൻ നോക്കി എവിടെയാണ് പൊട്ടൽ. അപ്പോൾ അവൻ്റെ ആ ഫോട്ടോയിൽ ഞാൻ കണ്ടപ്പോൾ ക്ലച്ച് ലിവർ വളഞ്ഞിരിക്കുക. അതായത് ഈ ഒരു ലെഫ്റ്റ് ക്ലച്ച് ലിവർ ഒന്ന് വളഞ്ഞിരിക്കുക. ഫോട്ടോയിൽ അത് കണ്ടു. അപ്പോൾ അങ്ങനെയല്ല കാണുമ്പോൾ പറയാം ഓക്കെ സൈഡിൽ നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സ്റ്റാൻഡിൽ നിന്ന് സൈഡിലോട്ടൊന്ന് ചരിഞ്ഞ് ഒന്ന് വളഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ കോഴിക്കോട് പോകുന്നതിന് മുന്നേ ട്രിവാൻഡ്രത്തെ ഷോറൂമിൽ വിളിച്ച് R3യുടെ ക്ലച്ച് ലിവർ ഞാൻ മേടിച്ചു. ലിവറും മേടിച്ചു, ബ്രേക്ക് ലിവറും മേടിച്ചു. അതായത് പോയിട്ട് അത് അങ്ങനെ ബാഗിൽ കിടക്കുക. അതായത് കോഴിക്കോട് പോകുമ്പം ആ ബാഗിൽ എൻ്റെ ഉണ്ട്, ഈ ക്ലച്ച് ലിവർ ഉൾപ്പെടെ ഉണ്ട്. കാരണം അത്രയ്ക്ക് എടുക്കും എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് പോയത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആകെ ഞാൻ തളർന്നു പോയി സത്യം പറഞ്ഞാൽ. അല്ല അവൻ്റെ പുള്ളിയായിട്ട് നെഗോഷിയേറ്റ് ഒക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ നെഗോഷിയേഷന് റെഡിയല്ല. എന്നാൽ ഭയങ്കര നല്ല വിലയാണ് കോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും പണിയായിട്ടും പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നില്ല.
അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഫിയാസിൻ്റെ അടുത്ത് പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഇത് എടുത്ത് വെറുതെ അതിൻ്റെ പിറകെ നടന്ന് ഇനി നമുക്ക് ഇതാവണ്ടല്ലോ. അതുപോലെ വണ്ടിയുടെ ഓടിക്കുന്ന ആ സുഖവും തോന്നുന്നില്ലല്ലോ, അത് നമുക്ക് ചിലപ്പോൾ പണിഞ്ഞ് അതുപോലെ പെർഫെക്ഷൻ ആക്കാൻ പറ്റുമെന്നും അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, അത് വേണ്ടാന്ന് അവിടെ ഇരുന്ന് അങ്ങ് തീരുമാനിച്ചു. നമുക്ക് ആ സമയത്ത് തിരിച്ച് വരാനും ഒന്നുമില്ല, കാരണം അടുത്ത ട്രെയിൻ അന്നൊക്കെ വളരെ ചുരുങ്ങിയ ട്രെയിനേ ഉണ്ട്, ഒന്ന് രാവിലെ ഉണ്ട് രാത്രി, അങ്ങനെ 2 or 3 ട്രെയിൻ മാത്രമേ ഓടുന്നുള്ളൂ. ഇപ്പോൾ തിരിച്ച് വരാൻ വണ്ടിയില്ല, ട്രെയിനും ഇല്ല, ആകെ പെട്ട അവസ്ഥയായി. അതായത് കോഴിക്കോട് തന്നെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ അന്നൊക്കെ രാത്രിയൊക്കെ ഫുള്ള് എൻ്റെ മൈൻഡിൽ ഇതാണ്, ഇത് എടുക്കണോ വേണ്ടേ, ഇവിടെ നിൽക്കണം. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വണ്ടി കൊണ്ടുവരും. അപ്പം എന്നിട്ട് ഞാൻ വീണ്ടും വൈകുന്നേരമൊക്കെ വിളിച്ചു നോക്കി, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, വണ്ടി കിട്ടാൻ വല്ല വഴിയുണ്ടോ. അപ്പം പുള്ളി അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും തയ്യാറുമല്ല. അപ്പം ആകെ ഒരു പെട്ട അവസ്ഥയായി. അപ്പം പിറ്റേന്ന് ആയി ഞാൻ ട്രെയിനിൽ കയറി. അപ്പം ഞാൻ ഇങ്ങനെ കോഴിക്കോട് ഈ വണ്ടി നോക്കാൻ പോകുന്ന കാര്യം മറ്റേ പുള്ളി, അതായത് ഈ വണ്ടിയുടെ ഓണറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ നീ പോയിട്ട് വന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു രാവിലെ, അവിടെ എന്തായി വണ്ടി സെറ്റായോ, വണ്ടി എടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉള്ള കഥയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ്, എടാ വേണമെങ്കിൽ എൻ്റെ വണ്ടി എടുത്തു. അത് കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ കളിയാക്കുന്നതാണ്. അടുത്ത സെക്കൻഡ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലടാ ഞാൻ കൊടുക്കുന്നില്ല, സോറി. അപ്പോൾ ഇയാൾ വെറുതെ മനുഷ്യനെ ബോധിപ്പിക്കാനായിട്ട്. അപ്പോൾ അയാൾക്കും ഒരു കൺഫ്യൂഷനാണ്, കാരണം അയാൾക്ക് വണ്ടി യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പം പുള്ളിക്കൊരു മനസ്സലിവ് തോന്നുന്നുണ്ട്, എന്നാൽ അങ്ങ് വിട്ടു തരാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം ഞാൻ വീണ്ടും പുള്ളി ഒന്ന് മെസ്സേജ് അയച്ചു, ബ്രോ കൊടുക്കുന്നുണ്ടെങ്കിൽ പറ, ഞാൻ ഇത്രയും നോക്കി നടക്കുവാണ്, നിങ്ങൾക്ക് യൂസ് ആവുന്നില്ലെങ്കിൽ പറ, ഞാൻ എടുക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് റേറ്റ് വേണമെങ്കിലും പറഞ്ഞു, എനിക്കതിൽ പ്രശ്നമില്ല, ഞാൻ എടുക്കാമെന്നുള്ള രീതിയിൽ എനിക്കാണ് ഉപയോഗിച്ച് പരിചയമുള്ള. അതെ, അപ്പം എനിക്ക് ഈ വണ്ടി അറിയാം, അത് എടുത്ത ഡേ തൊട്ട് ഇന്ന് ആ ഡേ വരെയും എനിക്ക് ഈ വണ്ടി അറിയാം, ഞാൻ ഓടിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലിരിക്കുവാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് വേറെ ഒരു ഇത് വേണ്ടല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ നീ ഇന്ന് വൈകിട്ട് ഈ വണ്ടി പുള്ളിയുടെ കയ്യിലൊന്ന് കൊടുക്കുമോ, അപ്പം എനിക്കൊന്ന് ഓടിക്കണം, ഒരു റൈഡ് പോയിട്ട് വന്നിട്ട് ഞാൻ തീരുമാനം പറയാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ശരി ഞാൻ കൊണ്ടുവരാനാന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയും കൊണ്ട് വൈകുന്നേരം അങ്ങോട്ട് പോവാം. പുള്ളിയുടെ കയ്യിൽ കൊടുത്തു. പുള്ളി പറഞ്ഞടാ ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഞാൻ രാത്രി ഒരു തീരുമാനം പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി ഒരു 10-10:30 ആയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. പുള്ളിയുടെ തന്നെയാണ് മെസ്സേജ് വരുന്നത്, എടാ വണ്ടി വേണമെങ്കിൽ ഇപ്പം നീ മറ്റേ RC ട്രാൻസ്ഫർ ഫോമില്ലേ സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ എൻ്റെ മൈൻഡ് മാറും, നീ ഇപ്പം തന്നെ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ കയറി ഓൺലൈനിൽ കയറി ഫോം സബ്മിറ്റ് ചെയ്യുവാണ്, ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫോമൊക്കെ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അപ്പോൾ തന്നെ പുള്ളിയിടയ്ക്ക് ആ ഫുൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം, കാരണം എനിക്ക് ഒരു സെക്കൻഡ് പോലും റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു, പക്ഷേ എന്തോ ലിമിറ്റോ എത്രയുണ്ടോ 50 ഒന്നോ അങ്ങോട്ടേക്ക് പെർ ഡേ അതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് ഫുള്ള് കൊടുക്കാനും പറ്റുന്നില്ല, വീണ്ടും ഒരു ടെൻഷൻ, ഇനി നാളെ അങ്ങനെ പുള്ളി അങ്ങനെ കൊടുത്തു. ഫസ്റ്റ് ഇത് കൊടുത്തു. പിറ്റേന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 7 or 6 മണിയൊക്കെപ്പോൾ തന്നെ രാവിലെ പുള്ളിയുടെ വീട്ടിൽ പോയി നിൽക്കുവാണ്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല, ലിറ്ററലി ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല, ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു. അതെ, അപ്പോൾ അതും ഇത്ര നാളെ എൻ്റെ കയ്യിൽ ഇരുന്ന വണ്ടി തന്നെയാണ് എനിക്ക് വരാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. ഈ ഒരു വണ്ടി വെച്ചാണ് ബാക്കി നമ്മൾ കമ്പയർ ചെയ്യുന്നത് പോലും, കാരണം ഇതൊരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ പിന്നെ എനിക്കത് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്നു വണ്ടിയൊക്കെ എടുത്തു, ബുക്കും പേപ്പറും എല്ലാം വാങ്ങിച്ചു. എന്നിട്ട് പുള്ളിക്ക് വീണ്ടും അടുത്ത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അന്ന് അടുത്ത ഒന്ന് കൊടുത്തു, പിന്നെയും ഉണ്ട് എമൗണ്ട് ഉണ്ട്, അപ്പോൾ അത് ഞാൻ നാളെ തന്നെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് എന്നെ അറിയാം, അതുകൊണ്ട് വേറെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി എല്ലാം തന്നു, ഇൻക്ലൂഡിങ് പുള്ളിയുടെ ഈ വണ്ടിക്കുള്ള ആക്സസറീസ്, പുള്ളിയുടെ ഈവൻ ചെയിൻ ലൂപ്പ് വരെ തന്നു. പുള്ളി യൂസ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളി എല്ലാം എടുത്തോ, ഇനിയിപ്പോൾ എന്തായാലും വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് എല്ലാം അങ്ങ് തന്നു. ഞാൻ അതും കൊണ്ട് ഇങ്ങനെ എന്നുവെച്ചാൽ തിരിച്ച് വരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അതുവരെ ഞാൻ ഇത് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ വണ്ടി അല്ല എന്ന് എപ്പോഴും ഞാൻ റിമൈൻഡ് ചെയ്യിക്കുമായിരുന്നു. കാരണം ആ ഒരു ലവ്, ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാണ്ടിരിക്കാൻ ഞാൻ എന്നെ തന്നെ പറഞ്ഞ ഒരു റിമൈൻഡർ കൊടുക്കുമായിരുന്നു, എൻ്റെ അല്ല, അതുകൊണ്ട് നീ കൂടുതൽ ലവ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ തിരിച്ചു വന്നപ്പം എൻ്റെ ആയി ഉണ്ടല്ലോ, അത് സ്വന്തമാവുന്നതിൻ്റെ ഒരു ഫീല്, ആ ഒരു ഇതിൽ ആണ് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. അത് പിന്നെ അങ്ങോട്ട് എന്താ പറയുക, എനിക്ക് വീട്ടിൽ കൊണ്ടുവച്ച് ഞാൻ അങ്ങനെ കുറച്ച് നേരം ഒരു കസേര എടുത്ത് സിറ്റ് ഔട്ടിൽ ഇട്ടിട്ട് അങ്ങ് ഇരുന്ന് നോക്കുവാണ്. എൻ്റെ വണ്ടിയായത്, എൻ്റെ RC, ആ ഒരു ഫീല്, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ, അതും ഇത്രയും നാളത്തെ ഒരു വെയിറ്റിങ്ങിന് ശേഷം അത് ഒരു വല്ലാത്തൊരു എന്താ എക്സ്പീരിയൻസ്. അങ്ങനെയായിരുന്നു നമ്മളെ വണ്ടി കൊണ്ടുവന്ന സ്റ്റോറി അല്ലേ? ഓക്കെ.